തടവുകാരുടെ കൊടും ക്രൂരതകൾ കൊണ്ട് കുപ്രസിദ്ധമായ യുഎസിന്റെ ഗോണ്ടനമോ ഗസയിലും ആവർത്തിക്കുകയാണോ? ചോദിക്കാൻ കാരണമുണ്ട്. അതിനു മുൻപ് എന്താണ് ഈ ഗോണ്ടനമോ എന്ന് അറിയണ്ടേ? ക്യൂബയുടെ തെക്കുകിഴക്കൻ അതിർത്തിയിലുള്ള ഗോണ്ടനമോ ഉൾക്കടലിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ കീഴിലുള്ള ഒരു തടവറയാണ് ഗോണ്ടനമോ ബേ തടവറ. അവിടെ കൊടിയ പീഡനങ്ങൾ, തുടർച്ചയായ മർദ്ദനം, ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുക, അസൗകര്യപ്രദമായ രീതിയിൽ നീണ്ട സമയം നിൽക്കേണ്ടി വരിക, നീണ്ട നാൾ തല മൂടിക്കെട്ടുക, നിർബന്ധിത മരുന്ന് കുത്തിവെപ്പുകൾ തുടങ്ങി ഒരു മനുഷ്യന് അനുഭവിക്കാവുന്നതിനപ്പുറമുള്ള കൊടിയ പീഡനങ്ങളാണ് നടക്കുന്നത്. ഇത് ഗോണ്ടനമോ എന്നതിനുള്ള വെറും നിർവചനമല്ല, ആ തടങ്കലിൽ നിന്നും പുറത്തു വന്ന അപൂർവം ചിലരുടെ വെളിപ്പെടുത്തലുകളാണ്. ഇനി ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. യുഎസിന്റെ ഗോണ്ടനമോ ഗസയിലും ആവർത്തിക്കുകയാണോ? അതെ. ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്ത് ഒരു മാസത്തിനു ശേഷം വിട്ടയച്ച ഫലസ്തീൻ തടവുകാരന്റെ ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ ലോകത്തിനു മുന്നിൽ എത്തിയപ്പോഴാണ് ഈ ചോദ്യവും ഉയരുന്നത്. ബദർ ദഹ്ലൻ എന്ന 29കാരൻ ഒരു മാസത്തെ തടങ്കലിൽ നേരിടേണ്ടി വന്ന കഠിന പീഡനങ്ങളെല്ലാം അയാളുടെ തുറിച്ച കണ്ണുകളിൽ നിന്നും വിറക്കുന്ന ശരീരത്തിൽ നിന്നും ലോകത്തിന് വായിച്ചെടുക്കാം. ഇസ്രായേൽ തടവിൽ നിന്ന് മോചിതനായെങ്കിലും പീഡനത്തിനൊടുവിൽ മനോനില തെറ്റി രൂപം തന്നെ മാറിയ അവസ്ഥയിലാണ് ദഹ്ലൻ. സംസാരിക്കാൻ പാടുപെടുന്ന അവൻ തടവിലായിരിക്കുമ്പോൾ സംഭവിച്ചത് അങ്ങേയറ്റത്തെ ഭയപ്പാടോടെയാണ് വിവരിക്കുന്നത്. തന്നെ അടച്ചിരുന്ന ഇസ്രായേൽ ജയിലിനെ പേടി സ്വപ്നം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവർ എന്നെ ജയിലിൽ വെച്ച് അടിച്ചു. തല താഴ്ത്തിയിരിക്കാനും മേലോട്ട് നോക്കാതിരിക്കാനും പറഞ്ഞു. കാരണം അവർ എന്നോട് എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, എങ്ങനെയെന്ന് എനിക്കറിയില്ല, എനിക്കത് നിങ്ങളോട് വിവരിക്കാനും കഴിയില്ല. അവർ എന്നെ തല്ലി, കാലുകൾ ഒടിച്ച് വെട്ടാൻ പോയി. ഞാൻ പേടിച്ചു പോയി. പറയുന്നത് മുഴുവിക്കാനാവാതെ ദഹ്ലൻ വിറച്ചു. കൈത്തണ്ടയ്ക്കു ചുറ്റുമുള്ള മുറിവുകളും അവൻ കാണിച്ചു. അൽ അക്സ രക്തസാക്ഷി ആശുപത്രിയിലാണ് ദഹ്ലൻ ഇപ്പോൾ. ഒരു മാസത്തിനുള്ളിൽ ദഹ്ലൻ അനുഭവിച്ചത് അത്യന്തം ക്രൂരമായിരുന്നു. ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ സംസാരിക്കാനോ കഴിയാതെയായി മോചിപ്പിക്കപ്പെട്ട മറ്റു തടവുകാർ മരിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ദഹ്ലന്റെ വീഡിയോകളും ചിത്രങ്ങളും ജയിലുകളിലുള്ള ഫലസ്തീനികളുടെ അവസ്ഥ സംബന്ധിച്ച് ഗൗരവതരമായ ആശങ്കകൾ ഉയർത്തുന്ന സന്ദർഭത്തിലാണ് ഇസ്രായേൽ ഫലസ്തീനിൽ യുഎസ് മാതൃകയിലുള്ള പീഡനമുറകൾ പ്രയോഗിക്കുന്നുവെന്നതിന്റെ സമാനതകളിലേക്ക് വിരൽ ചൂണ്ടി ഗോണ്ടനമോ തടവറയുടെ ഇരകൾ രംഗത്തു വരുന്നത്. ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ഫലസ്തീനികളിലേക്ക് നോക്കുമ്പോൾ യുഎസിന്റെ കുപ്രസിദ്ധ തടങ്കൽ കേന്ദ്രങ്ങളിൽ നേരിട്ട പീഡനത്തിന്റെയും അധിക്ഷേപത്തിന്റെയും ഓർമ്മകളാണ് മുൻ ഗോണ്ടനമോ തടവുകാരൻ അസദുള്ള ഹാറൂണിന്റെ ഉള്ളിൽ. 2007 തടവിലായതു മുതൽ 14 വർഷത്തോളം ഗോണ്ടനമോ ബേ ജയിലിൽ ഒരു കുറ്റവും ചുമത്താതെ തടവിലായിരുന്നു ഹാറൂൺ. യുഎസ് ഗവൺമെന്റിനെതിരെ നിയമവിരുദ്ധ തടങ്കലിന് 2021 ഹാറൂൺ കേസ് ജയിച്ച് പുറത്തിറങ്ങിയെങ്കിലും അതേ ക്രൂരതകൾ വീണ്ടും കാണേണ്ടി വരുന്നതിന്റെ ഞെട്ടലിലാണ് അദ്ദേഹം ഇപ്പോൾ. ഇത് അടിച്ചമർത്തലിന്റെ അതീവ വിനാശകരമായ രൂപമാണെന്ന് ഹാറൂൺ പറയുന്നു. നിങ്ങളെ ഒരു തീവ്രവാദിയായി മുദ്രകുത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലും സ്വയം പ്രതിരോധിക്കാൻ കഴിയില്ല. ഒരു സംശയവുമില്ല, ഇത് ഒരേ പ്രക്രിയയാണ്. അവർ ആളുകളെ പഴയ രീതിയിൽ പീഡിപ്പിക്കുന്നു. അമേരിക്കക്കാർ ഇതുണ്ടാക്കി, ഇസ്രായേലികൾ അത് നടപ്പിലാക്കുകയാണെന്ന് ഹാറൂൺ പറയുന്നു. ഞാൻ അനുഭവിച്ചതിന് സമാനമായ അവസ്ഥയാണ് ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ഫലസ്തീനികളുടേത്. അറസ്റ്റിലായ ആദ്യ നാളുകളിൽ എന്നെ അവർ ഇരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഒന്നിരുന്നു പോയാൽ അടിക്കും, അടിച്ചാൽ എനിക്ക് എഴുന്നേൽക്കാനും കഴിയില്ല. ഉറങ്ങാൻ അനുവദിക്കാതെ ദിവസങ്ങളോളം ആക്രമിച്ചു. പല തടവുകാരെയും നായ്ക്കളെ കൊണ്ട് കടിപ്പിച്ചു. എന്നിട്ടും ഞങ്ങൾക്ക് വളരെ പരിമിതമായ വൈദ്യസഹായം മാത്രമാണ് കിട്ടിയത്. ശാരീരിക പീഡനം വളരെയേറെയായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഭീകരമായിരുന്നു വ്യത്യസ്ത രൂപങ്ങളിലുള്ള മാനസിക പീഡനം. ഫലസ്തീനിലും ഗോണ്ടനമോയിലും ബഗ്രാമിലും അബൂ ഖുറൈബിലും തടവുകാരെ പീഡിപ്പിക്കുന്നത് ഒരുപോലെ തന്നെയാണ്. ഹാറൂൺ അൽ ജസീറ ലേഖകനായ ഉസാമ ബിൻ ജാവേദിനോട് പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്. കുറ്റം ചുമത്താതെ 3 വർഷത്തോളം ഗോണ്ടനമോയിൽ തടവിലിട്ട മനുഷ്യാവകാശ അഭിഭാഷകനാണ് അഫ്ഗാനിലെ മൗസാം ബെഗ്. ഗസയും ഗോണ്ടനമോയും തമ്മിൽ വ്യക്തമായ സാമ്യമുണ്ടെന്ന് ബെഗും പറയുന്നു. 2 പതിറ്റാണ്ട് മുമ്പ് ആദ്യം അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം ജയിലിലും പിന്നീട് ഗോണ്ടനമോയിലും തനിക്ക് സംഭവിച്ചതാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. എന്നെ നഗ്നനാക്കി മർദ്ദിച്ചു. മറ്റു തടവുകാരുമായി ഇടകലർത്തി. അമേരിക്കൻ പട്ടാളക്കാർ തടവുകാരെ കൊലപ്പെടുത്തുന്നത് ഞാൻ കണ്ടു. തടവുകാരെ ദുരുപയോഗം ചെയ്യുന്നതിന് സാക്ഷിയായി. ക്രൂരവും മനുഷ്യത്വരഹിതവും അപമാനകരവുമായ പെരുമാറ്റമായിരുന്നു അനുഭവിച്ചത്. മനുഷ്യാവകാശ സംഘടനകളിൽ നിന്നും അഭിഭാഷകരിൽ നിന്നും നീതിക്കു വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ ഉണ്ടെങ്കിലും സമീപഭാവിയിൽ കാര്യങ്ങൾ മാറുമെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് ബെഗ് പറയുന്നു. ഒരു പ്രതീക്ഷയുമില്ല.
അന്താരാഷ്ട്ര നിയമവുമായി ബന്ധപ്പെട്ടോ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രതീക്ഷയും ഞാൻ കാണുന്നില്ല. അവയിൽ പലതും ലംഘിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഫലസ്തീൻ തടവുകാരെ പീഡിപ്പിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന കുറ്റവാളികൾക്കെതിരെ അടിയന്തര അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്ന് മനുഷ്യാവകാശ സംഘടനകളും പ്രവർത്തകരും ആവശ്യപ്പെടുന്നുണ്ട്. പീഡനവും മോശം പെരുമാറ്റവും അവസാനിപ്പിക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്ന് ഇസ്രായേലിലെ പീഡനത്തിനെതിരായ പബ്ലിക് കമ്മിറ്റിയും ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.